ഹായ് ഓൾ, വെൽക്കം ടു ഹാപ്പി അവേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുൾ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ഒരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 സ്പൂൺ പെപ്പർ പൗഡർ, 1 സ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യമായ ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ലെമൺ സ്ക്വീസ് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ആ മസാലയൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 200 വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് ഇതിൻ്റെ പുറത്ത് നല്ലതുപോലെ ഈ മസാല നമ്മൾ ആക്കി വെച്ചേക്കുന്നത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയി, ഈ ചിക്കൻ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ബ്രസ്റ്റിൻ്റെ അവിടെയും എല്ലാം നമ്മൾ ഓരോ വര ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് ഈ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പം കുറച്ചുകൂടെ അതിൻ്റെ ആ മസാലയുടെ ഫ്ലേവർ ആ ചിക്കനിലേക്ക് ഇറങ്ങും. അങ്ങനെ ചിക്കനിലും മസാലയെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ആ മസാല നല്ലതുപോലെ ഒന്ന് പിടിക്കും. അതുകൊണ്ട് ഇത് ഒരു മൂടി വെച്ച് അല്ലെങ്കിൽ ഒരു ക്ലിൻ റാപ്പ് വെച്ചോ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് റാപ്പ് ചെയ്യണേ. ഇതിനകത്ത് ഒന്ന് എയർ കയറാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊരു 1-2 മണിക്കൂർ വെച്ചിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിരിക്കുന്നത് നല്ലതാണേ. അങ്ങനെ 1-2 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് എടുത്തതിന് ശേഷം ഞാൻ ആ റാപ്പൊക്കെ മാറ്റി നോക്കിയപ്പോൾ എൻ്റെ ചിക്കൻ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ചിക്കൻ ആദ്യം ഒന്ന് ഇറക്കി വെക്കുക. എന്നിട്ടൊരു കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അടിയൊന്ന് കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കുക. ഒരുപാട് ഇത് വെന്ത് പോകരുത്. ഒരു വിസിലാകുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് പാകത്തിന് വെന്ത് വരത്തുള്ളൂ. ഇനി നമുക്കൊരു പാൻ എടുക്കുക. അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ എടുത്ത് ആ ഓയിലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു സൈഡ് വെന്തതിന് ശേഷം അത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചും സൈഡും എല്ലാം നമ്മൾ ഇട്ട് ഒന്ന് നല്ലതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മളിത് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ടേസ്റ്റ് കൂട്ടാനുള്ള മസാല നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. നമ്മൾ ചിക്കൻ കുക്കറിൽ വേവിച്ചപ്പോൾ അതിന് ബാക്കി വന്ന വെള്ളത്തിനകത്ത് കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്തത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ എണ്ണയും ഒഴിച്ച് നല്ലതുപോലെ അതൊന്ന് പറ്റിച്ചെടുക്കണം. നല്ല ഒരു ക്രീമി ഇതായിട്ട് വരും. അപ്പോഴത്തേക്കും അത് നമ്മൾ ഇതിനെ പുറത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എല്ലായിടത്തും ഒരേപോലെ ആ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. തിരിച്ചും മറിച്ച് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ മസാല നമ്മൾ അതിൻ്റെ പുറത്തും എല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുവേ. ഗാർലിക്കിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും. സ്പെഷ്യൽ ചിക്കൻ നമുക്ക് കുബൂസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. എന്നാൽ വലിയ സ്പൈസി ഇല്ല, ചിക്കനിലധികം സ്പൈസി ആയിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ആ മസാലയിൽ കുറച്ച് സ്പൈസി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസം വേറെ റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ